ഇത് കണ്ടോ, ഇതുണ്ടല്ലോ, ഞാന് ഇവിടുത്തെ ഒരു കടയിൽ നടന്നപ്പോ കണ്ടാണേ. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. മറ്റേ വാലന്റൈൻസ് അവിടെ വാലന്റൈൻ സെക്ഷനിൽ കണ്ടാണ്. ഇത് കണ്ടോ, ഇതൊരു മാല, ഇത് ഷെല്ല്, ഇതൊരു ഒറിജിനൽ ഷെല്ലാണെന്നാണ് പറയണേ. അപ്പൊ ഇത് തുറക്കുമ്പോൾ നമുക്ക് പേള് കിട്ടും, നമ്മൾ പണ്ട് കഥകളിലൊക്കെ കേട്ട പോലെ. എന്നിട്ട് നമുക്ക് അത് ഓരോ പേളും എന്തിനാ കാണിക്കുന്നതെന്നാണ് ഇവിടെ ഉള്ളത്. ഇത് ജർമ്മൻ ആയതുകൊണ്ട് എനിക്ക് പലതും മനസ്സിലായില്ല. ഈ സാധനങ്ങൾ തുറക്കുന്നതിൽ ഞാൻ പണ്ടേ ഇച്ചിരി ഒന്നും എനിക്ക് ആക്രാന്താണ്. എനിക്കിതൊക്കെ പെട്ടെന്ന് കൂടെ കൈ കിട്ടണം. കണ്ടോ, ദേ ഇവിടെ ഒരു സാധനമൊക്കെ ഉണ്ട്. ഇതെന്താ? ഇത് ഓരോന്നെങ്കിൽ അർത്ഥമൊക്കെയാ. ചെറിയ പേടിക്ക് ഇത് മൊത്തോട്ട് തെറിക്കില്ലായിരിക്കൂല്ലേ? നല്ല പഞ്ചിയുള്ളൊരു മണം. ഇതിനെ കറി വെച്ച് തിന്നാലോ? എരുമ്പിന്റെ ഒരു മണം, അതായത് ഒരു കടൽ മണം. നോക്ക്, മൈ ഗോഡ്. ചേട്ടാ, നമുക്ക് പേളെടുത്തിട്ട് ഇതിനെ ചുട്ട് തിന്നാലോ? തുറക്കാൻ വേണ്ടിട്ട് ഇവരൊരു സാധനമൊക്കെ തന്നിട്ടുണ്ട്. ശബാഷ്. നമ്മുടെ ഇതിന്റെ അകത്ത് കുറച്ച് നമുക്ക് അരിമാവ് നിറച്ച് വെച്ചാ മറ്റേ കോഴിക്കോട്ടെ കക്ക നിറച്ചതോ അവിടെ ഇതുണ്ടോ? ഇത് ഇവിടുന്ന് ഇവിടുന്ന് ആണ് വീണത്. തൂക്ക് എന്തോരം വലിയ കക്കയാ. ഇത് കഴിക്കാൻ പറ്റുമോ? നമ്മുടെ ഭയങ്കര ടെൻഷൻ. നമുക്ക് കറ്റി നോക്കാം. ഇത് ഏതാ കളറ്? ക്രീമാ. ഇത് ക്രീം കളറാ. ക്രീം എന്താ? എർഫോൾജ് എന്താ നോച്ചേ? അതെന്താന്ന് അടിച്ചു നോക്കുക. കുറച്ച് നമ്മുടെ സക്സസ് ആണ് ഗൈസ്. മിക്കവാറും എനിക്ക് മിന്നടിക്കുമായിരിക്കും. തുറന്ന് ഞാൻ ആദ്യമായിട്ടാണ് എനിക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്തിട്ട് നമ്മൾ അടച്ചു വയ്ക്കണം. ഇനി നമ്മള് അപ്പൊ ശരി, ബൈ ഗൈസ്.